നിങ്ങളൊരു അടിപൊളി വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ വയ്ക്കോളൂ തിരുവനന്തപുരം പൂവാർ സ്ഥിതി ചെയ്യുന്ന ഗോഗോലാൻഡിലേക്ക്. ഗോഗോലാൻഡിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പൂവാർ എത്തും. പിന്നെ ഗോഗോലാൻഡിലേക്കാണ്. ഗോഗോലാൻഡിൻ്റെ പാർക്കിംഗ് സ്ഥലത്ത് നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോട്ടിലോട്ട് കയറാം. ബോട്ടിൽ കയറി മറുകരയെത്താം. അവിടെ നിന്ന് കാൽനടയായി ഗോഗോലാൻഡിലേക്ക് പോകാം. മനോഹരമായ ഈ പച്ചപ്പിലൂടെ നടന്ന് നമുക്ക് ഗോഗോലാൻഡിലേക്ക് എത്താം. ഇവിടെ വരുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് ഉചിതം. ബുക്കിംഗ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് നൽകിയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. താമസ സൗകര്യവും ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. നിരവധി കോട്ടേജുകളാണ് പല രൂപത്തിലും ഭാവത്തിലും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ബർമ പാലമാണ്. 15 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആർക്കും ഇതിൽ കൂടി സാഹസികത കാണിക്കാം. ഏത് പ്രായക്കാർക്കും ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ പറ്റുമെന്നതാണ് ഇവിടുത്തെ സവിശേഷത. ഫാമിലിയോടൊപ്പം അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരിടമാണ് ഗോഗോലാൻഡ്. തലചുറ്റുമെന്നുള്ള പേടിയില്ലെങ്കിൽ ധൈര്യമായി ഇതിൽ കയറാവുന്നതാണ്. നിരവധി റൈഡുകളാണ് ഇവിടെയുള്ളത്. ഏത് പ്രായക്കാർക്കും യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ. ATV ബൈക്ക്, ഹ്യൂമൻ ഗെയ്റോ, ബോഡി സോർബിംഗ്, ഗ്രൗണ്ട് സോർബിംഗ്, ക്ലൈംബിംഗ് വാൾ, സുമോസോയിഡ്സ്, ഫിഷ് സ്പാ, റെയിൻ ഡാൻസ്, ബർമ ബ്രിഡ്ജ്, മൾട്ടിവൈൻ, സിപ്പ് ലൈൻ, വാട്ടർ വാക്കിംഗ് ബോൾ, ബീം വാക്ക്, സ്പൈഡർ വെബ് തുടങ്ങി നിരവധി റൈഡുകളാണ് ഇവിടെയുള്ളത്. കുട്ടികൾക്കായി വാൾ ക്ലൈംബിംഗ്, ബോട്ടിംഗ്, പ്ലേഗ്രൗണ്ട്സ്, സ്ലൈഡ്സ്, ട്രംപോലൈൻ തുടങ്ങിയവയും ഇവിടെയുണ്ട്. ഇവയെല്ലാം യഥേഷ്ടം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ റൈഡുകളും സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. മിക്ക റൈഡുകളും അപകട സാധ്യത കൂടുതലുള്ളതാണ്. എന്നിരുന്നാലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവർ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ വീഴ്ച കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഗോഗോലാൻഡ് ഉത്തരവാദികളായിരിക്കില്ലെന്ന് അവർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഇത് ഫിഷ് സ്പായാണ്. ഫിഷ് സ്പാ ചെയ്യുന്നതിനെക്കുറിച്ച് പല വ്യക്തികൾക്കും പല അഭിപ്രായങ്ങളാണ്. വെള്ളം കൃത്യമായി ഫിൽട്ടർ ചെയ്ത് അണുയുക്തമാക്കിയില്ലെങ്കിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാലിലെ മുറിവുകളും ചതവുകളും അണുബാധകളുമായി വരുന്നവർ ഫിഷ് സ്പാ ചെയ്യുമ്പോൾ ബാക്ടീരിയ സ്പ്രെഡ് ചെയ്ത് മറ്റുള്ളവർക്കും അത് പകരുമെന്നതാണ് കാരണം. അതുകൊണ്ട് ചിലർ ഇതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്.
കണ്ടൽക്കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ട് കേരളത്തിൻ്റെ ടൂറിസത്തിന് മികച്ചൊരു അനുഭവമാണ് നൽകുന്നത്. ഇതുമാത്രമല്ല, ഇതുപോലെ നിരവധി റിസോർട്ടുകളും ഇവിടെയുണ്ട്. ഇവിടെ താമസിച്ചുകൊണ്ടും നമുക്ക് ഈ റൈഡുകളെല്ലാം ആസ്വദിക്കാവുന്നതാണ്. താമസത്തിനായി നിരവധി സൗകര്യങ്ങളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. കാടിനുള്ളിൽ താമസിക്കുന്ന പ്രതീതി നൽകുന്ന ബാംബു ലേക്ക് വ്യൂ കോട്ടേജ് ഉണ്ട്, ഹെറിറ്റേജ് ട്രീ ഹൗസ് ഉണ്ട്, വാട്ടർസ്കേപ്പ് പ്രൈവറ്റ് പൂളും ഇവിടെയുണ്ട്. ഇവയെല്ലാം മിതമായ നിരക്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്തു വരുന്നതാണ് ഉചിതം. ഒരാൾക്ക് 950 രൂപയും ടാക്സുമാണ് നിരക്ക്. മുൻകൂട്ടി ബുക്ക് ചെയ്തു വന്നു കഴിഞ്ഞാൽ വളരെ ഉചിതമായിരിക്കും. ഉച്ചഭക്ഷണവും ഇതിനോടൊപ്പമുണ്ട്. വൈകുന്നേരത്തെ ചായ സൽക്കാരവും ഇതിൽ ഉൾപ്പെടും. എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ട 3-4 ആക്ടിവിറ്റീസുകൾ ഇവിടെയുണ്ട്. അവയ്ക്ക് പ്രത്യേകം ചാർജ് നൽകി നമുക്ക് ഉപയോഗിക്കാം. Sorry, it's DJ. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒരു കുളിയാകാം. അതിനായി മികച്ചൊരു സ്വിമ്മിംഗ് പൂൾ തന്നെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി ചെറുതും മുതിർന്നവർക്കായി വലുതുമുണ്ട്. റൈഡുകൾ മാത്രമല്ല, ഗ്രൂപ്പായി വരുന്നവർക്ക് കളിക്കാനായി ക്രിക്കറ്റ്, ഫുട്ബോൾ, കാരംസ് തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. നൽകുന്ന തുകയ്ക്ക് മികച്ചൊരു അന്തരീക്ഷവും അനുഭവങ്ങളുമാണ് ഗോഗോലാൻഡ് ഓരോ സഞ്ചാരികൾക്കും സമ്മാനിക്കുന്നത്. കുട്ടികളായാലും മുതിർന്നവരായാലും ഒരേ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. വീഡിയോയുടെ അവസാന ഭാഗത്തുള്ള മഴക്കുളി അതിഗംഭീരമാണ്. പാട്ടും മഴയും നൃത്തവും കുളിയും എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. നിറയെ പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷമായതിനാൽ തന്നെ അതിരാവിലത്തെ കാഴ്ച അതിമനോഹരവും വാക്കുകൾക്ക് അതീതവുമാണ്. അതിമനോഹരമായ വർണ്ണങ്ങളുടെ ഒരു നിരയിൽ പ്രഭാതം ഗംഭീരമായ വരവ് നടത്തുമ്പോൾ ഉയർന്ന ഡെസിബലിലെ മിസ്റ്റിക് സ്പന്ദനങ്ങളും താളവാദ്യങ്ങളും ക്രമേണ അപ്രത്യക്ഷമാവുകയാണ്. ഏതൊരു സഞ്ചാരിക്കും ഇവിടെ വന്നാൽ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ തിരികെ പോകാവുന്നതാണ്. सड़कों पे चले जब लड़ते कि दिल में तू आग लगा दे बेबी फायर